ഈ വീഡിയോ പ്രധാനമായും ക്രിസ്തുമത വിശ്വാസികളെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. പ്രധാനപ്പെട്ട ഒരു വിഷയത്തെയാണ് ഈ വീഡിയോ അഡ്രസ്സ് ചെയ്യുന്നത്. ഈ അടുത്ത കാലത്തായി ക്രൈസ്തവ വിശ്വാസികളുടെ ഇടയിൽ മുൻകാലങ്ങളെക്കാൾ കൂടുതലായി ആത്മഹത്യകൾ പെരുകുന്നു. ക്രൈസ്തവ വിശ്വാസികളുടെ ഇടയിൽ തന്നെ ഇത് വലിയൊരു ചർച്ചയാവുന്നുണ്ട്. എന്താണ് ഇതിന് കാരണം? ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു കാര്യമില്ലായിരുന്നു. ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഏറ്റവും കുറവ് ആത്മഹത്യകൾ ഉണ്ടായിരുന്നത് ക്രൈസ്തവ വിശ്വാസികളുടെ ഇടയിലായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ക്രിസ്തുമതം മുൻപോട്ട് വയ്ക്കുന്ന മെസ്സേജ് തന്നെയാണ്. ക്രിസ്തുമതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മിശിഹായുടെ പീഡാസഹനവും കുരിശുമരണവും ഉയിർപ്പുമാണല്ലോ. അപ്പോൾ എല്ലാ സഹനങ്ങൾക്കും അപ്പുറം ഒരു ഉയിർപ്പുണ്ട് എന്ന പ്രധാനപ്പെട്ട ഒരു മെസ്സേജാണ്. അല്ലെങ്കിൽ ഈ സഹനങ്ങളെല്ലാം രക്ഷാകരമാണ്, അത് വലിയ മഹത്വത്തിലേക്കാണ് നയിക്കുന്നത് എന്നതാണ് ഈ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആധാരം. അതുകൊണ്ട് തന്നെ സഹനങ്ങളുടെ മുമ്പിൽ ആളുകൾ പതറിപ്പോകുമായിരുന്നില്ല. അതാണ് ഈ മുൻകാലങ്ങളിൽ ക്രൈസ്തവ വിശ്വാസികളുടെ ഇടയിൽ ആത്മഹത്യകൾ കുറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ സുവിശേഷത്തിന്റെ മുഴുവൻ, പുതിയ നിയമത്തിന്റെ മുഴുവൻ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ലോകം കേട്ടതിൽ വെച്ച് ഏറ്റവും വലിയ ധാർമ്മിക പ്രബോധനമാണല്ലോ സെർമൺ ഓൺ ദ മൗണ്ട്, മലയിലെ പ്രസംഗം. അതിൻ്റെയൊക്കെ അടിസ്ഥാനം ഇതാണ്: ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ചിരിക്കും, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പോ പാപികളായിട്ടുള്ളവര്, രോഗികളായിട്ടുള്ളവര്, മറ്റുള്ളവരാൽ അവഗണിക്കപ്പെടുന്നവര്, ഇവർക്കെല്ലാം സാന്ത്വനമാണ്. വലിയ സാന്ത്വനത്തിന്റെ, വലിയ ആശ്വാസത്തിന്റെ മെസ്സേജാണ് ഇത് മുഴുവനുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ രീതിയിലുള്ള കാര്യങ്ങളിലൊന്നും പതറിപ്പോവാൻ, വലിയ ഏത് സഹനങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ആ ഒരു കരുത്ത്, സഹനശീലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ അകത്ത് വലിയ വ്യത്യാസം വന്നിരിക്കുന്നു. ആത്മഹത്യകൾ പെരുകുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഈ ആത്മഹത്യകളൊക്കെ കുറഞ്ഞുകൊണ്ടിരുന്ന മറ്റൊരു കാര്യം കുമ്പസാരമാണ്. മറ്റൊരു മതത്തിനുമില്ലാത്ത ഒരു കാര്യമാണല്ലോ. കുമ്പസാരക്കൂടുകളിൽ വന്ന് ഭാര്യയ്ക്ക് ഭർത്താവിനോട് പറയാൻ മേലാത്തത്, പിന്നെ മക്കൾക്ക് അപ്പനോടും അമ്മയോടും പറയാൻ മേലാത്തത്, ഇതൊക്കെ പറഞ്ഞ് ക്രിസ്തുവിന്റെ പ്രതീകമായിട്ട് കരുതുന്ന, വിശ്വസിക്കുന്ന വൈദികന്റെ മുമ്പിൽ അത് പറഞ്ഞ് ശാന്തി നേടി പോവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നാലുകെട്ടിലാണെന്ന് തോന്നുന്നു എം ഡി വാസുദേവൻ അവർ എഴുതുന്നുണ്ടല്ലോ, അമ്പലപ്പറമ്പുകളിൽ നമുക്ക് കുമ്പസാരക്കൂട് വെച്ചാൽ എന്താ? ഈ കുമ്പസാരക്കൂടിൽ നിന്നാണല്ലോ, ഈ കാത്തലിക് കൺഫെഷനിൽ നിന്നാണല്ലോ പിന്നീട് കൗൺസിലിംഗ് എന്ന് പറയുന്ന പ്രൊഫഷനൊക്കെ വരുന്നത്. അപ്പോൾ ഈ തരത്തിലെല്ലാം ഇതിൻ്റെ മെസ്സേജ് കൊണ്ടും എല്ലാം വലിയ സാന്ത്വനത്തിൻ്റെയും വലിയ ആശ്വാസത്തിൻ്റെയും ഒക്കെ മെസ്സേജ് പകർന്നിരുന്ന ഈ ഒരു സ്ഥിതിയിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഭയാനകമായ രീതിയിൽ ആത്മഹത്യകൾ കൂടിയാണ്. അത് അമ്മമാര് കുഞ്ഞുങ്ങളെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്യുന്നു, കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് ആത്മഹത്യ ചെയ്യുന്നു. ആ തരത്തിൽ പല സ്ഥലങ്ങളിൽ വലിയ ഉയർന്ന ഉദ്യോഗത്തിലിരിക്കുന്ന ഡോക്ടർമാര്, അതുപോലെ കൃഷി ഓഫീസർമാർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ അത് കൂടുതലായിട്ട് വരുന്നു. അതിൻ്റെ കാരണം എന്ത് എന്നുള്ളത് ആളുകൾ ചർച്ച ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാകാൻ പറ്റുന്നില്ല എന്താണ് ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത്. പക്ഷെ വലിയൊരു ആശങ്ക ആ തരത്തിൽ ക്രൈസ്തവ കമ്മ്യൂണിറ്റിക്കിടയിൽ ഉയരുകയാണ്. ആത്മഹത്യകളുടെ അടിസ്ഥാന കാരണമായ ഡിപ്രഷനെ അതിജീവിക്കാൻ ക്രൈസ്തവ മെസ്സേജിനോളം സുവിശേഷ സന്ദേശത്തോളം പര്യാപ്തമായ മറ്റൊന്നുമില്ലായിരുന്നു. സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരോട് നോക്കൂ, മിശിഹായുടെ പീഡാസഹനം നോക്കൂ, അതിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ സഹനങ്ങളൊക്കെ എത്ര ചെറുതാണ് എന്നുള്ള വലിയ സാന്ത്വനം പകർന്നു നൽകുമായിരുന്നു. അതിലാശ്രയിച്ച്, ക്രൂശിത രൂപത്തെ ആശ്രയിച്ച് ഉയർത്തെഴുന്നേറ്റിരുന്ന മനുഷ്യരായിരുന്നു, സഹനങ്ങളെ അതിജീവിച്ചിരുന്നു. പക്ഷെ പിന്നീട് ഈ ഒരു മെസ്സേജ് നൽകുന്നതിൽ അജപാലകർക്ക്, ക്രൈസ്തവ പുരോഹിതർക്കൊക്കെ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഈ ഗോസ്പൽ എന്ന് പറയുന്നത്, ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് ഗോസ്പൽ ഓഫ് സഫറിങ് ആൻഡ് ഗ്ലോറിയാണ്, പീഡാസഹനങ്ങളിലൂടെ ഉയർത്തെഴുന്നേൽപ്പാണ്. പക്ഷേ ഇപ്പോഴേ കാലഘട്ടത്തിലൊക്കെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ കഴിഞ്ഞ കുറെ കാലഘട്ടങ്ങളായി സംഭവിക്കുന്നത്, കരിസ്മാറ്റിക് ധ്യാന ശുശ്രൂഷകളൊക്കെ വളർന്നപ്പോൾ അത് സഭയ്ക്ക് ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്, സഭയെ ബലപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അത് അവതരിപ്പിച്ച ഒരു മെസ്സേജ് ഇതിന് വിപരീതമായി പോയോ എന്ന് നമ്മൾ ശങ്കിക്കേണ്ടതുണ്ട്. കാരണം അവിടെ പലപ്പോഴും ഗോസ്പൽ ഓഫ് കേഴ്സി, ഗോസ്പൽ അല്ല, പ്രീച്ചിങ് ഓഫ് കേഴ്സ് ആൻഡ് പിന്നെ പ്രോസ്പെരിറ്റി വന്നു. അപ്പോൾ ശാപം
സഹനമൊക്കെ ദൈവത്തിൻ്റെ ശിക്ഷയാണ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വന്നു. അത് ഒരുപാട് പേരിലേക്ക് മറ്റു തരത്തിലുള്ള സന്ദേശങ്ങൾ നൽകി വന്നു. സുവിശേഷം പലയിടത്തും വ്യാഖ്യാനിക്കപ്പെടുന്നതേ ഇല്ല. പഴയ നിയമമാണ് പലയിടത്തും അവതരിപ്പിക്കപ്പെടുന്നത്. അതൊരു കാരണമായോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പണ്ട് കാലങ്ങളിലൊക്കെ ഇടവക കേന്ദ്രീകൃതമായ ആത്മീയതയാണ്. ഇടവകയിലെ അച്ഛന്മാരുടെ അടുത്ത് വന്ന് ആ ഇടവകയിൽപ്പെട്ട ആളുകൾ കുടുംബസമേതം വന്ന് കുമ്പസാരിച്ചിരുന്നു. പക്ഷെ ഇന്ന് സംഭവിക്കുന്നത് ഈ കൺവെൻഷൻ കേന്ദ്രീകൃതമായ ആത്മീയത വളർന്നു വരികയാണ്. അവിടെ വന്ന് വർഷത്തിൽ ഒരിക്കലൊക്കെ കുമ്പസാരിക്കുകയൊക്കെ ചെയ്യുന്നു. പള്ളിയിൽ വരുന്ന ആൾക്കാർ കുർബാന കണ്ടിട്ട് തിരിച്ചു പോകുന്നു. പള്ളിയിലെ വൈദികരുമൊന്നുമായിട്ട് അധികം സമ്പർക്കമില്ല, അവരോട് ജീവിത പ്രശ്നങ്ങൾ പറയുന്നില്ല എന്നുള്ള രീതി അത് വളർന്നു വന്നതും ഈ അപകടങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് നമ്മൾ സംശയിക്കുന്നുണ്ട്. പള്ളിയോട് ചേർന്നിട്ട് കുടുംബ കൂട്ടായ്മയൊക്കെ ആയിട്ട് എത്രയോ വലിയ സ്ട്രക്ചറുണ്ട്. ഒരുപക്ഷെ വലിയ കടബാധ്യതയിൽ പെട്ട് ഇരിക്കുന്ന ആൾക്കാർ, രോഗത്തിന് ചികിത്സിക്കാൻ പണമില്ലാത്ത ഇവരെയൊക്കെ സഹായിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ. പക്ഷെ അതിലേക്കൊന്നും മനസ്സ് തുറക്കാതെ ഈ കൺവെൻഷൻ പന്തലിലേക്കും ഒക്കെ പോയി അങ്ങനെ ഇടവകയായിട്ട് ബന്ധമില്ലാതെ ആളുകൾ വന്നതും ഇടവക വൈദികരോട് കാര്യങ്ങൾ പങ്കുവയ്ക്കാതെ വന്നതും ഒക്കെ ഈ ആത്മഹത്യകൾ പെരുകാനായിട്ട് കാരണമായിട്ടുണ്ടോ എന്ന് നമ്മൾ ശങ്കിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പണ്ട് കാലങ്ങളിൽ ആത്മഹത്യകൾ കുറ്റകൃത്യമായിരുന്നു. 1860 IPC ബ്രിട്ടീഷുകാരെ കൊണ്ടുവന്ന പീനൽ കോഡ് പ്രകാരം 309 വകുപ്പിൽ ആത്മഹത്യാ ശ്രമം കുറ്റകരമായിരുന്നു. അത് പിന്നീട് 2017 അത് മാറ്റിയിട്ട് ആത്മഹത്യാ ശ്രമം കുറ്റകരമല്ല, രോഗാവസ്ഥയിൽ നിൽക്കുന്നവരാണ് ആത്മഹത്യ ചെയ്യുന്നവർ എന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം ആത്മഹത്യകൾ പെരുകുന്ന കാണുന്നുണ്ട്. അപ്പൊ അത് സഭയിലുണ്ടാക്കിയ ഒരു പ്രത്യേകതയുണ്ട്. പണ്ട് കാലങ്ങളിലൊക്കെ ആത്മഹത്യയെക്കുറിച്ചുള്ള വലിയ പ്രീച്ചിങ് ഉണ്ടായിരുന്നു. ആത്മഹത്യ ചെയ്യുന്നവർ ഒരു കാരണവശാലും സ്വർഗത്തിൽ പോകില്ല എന്ന രീതിയിലുള്ള പ്രീച്ചിങ് ഉണ്ടായിരുന്നു. അതിന് പിന്നെ ദൈവമാണ് അത് വിധിക്കുന്നത്. എങ്കിൽ പോലും പൊതുവായിട്ടുള്ള ആ മെസ്സേജുകളൊക്കെ മനുഷ്യരുടെ മനസ്സിലേക്ക് കൊടുത്തിരുന്ന ഒരു 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 ഭയചിന്ത, അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു. ആ ചിന്തയിൽ നിന്ന് ഒരുപാട് പേര് ഇതിലേക്കുള്ള ഒരു അറ്റംപ്റ്റിലേക്ക് പോകാതിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇന്ന് പക്ഷേ ഈ ആത്മഹത്യകളുടെ രംഗങ്ങളിലൊക്കെ വലിയ ഭയങ്കരമായ മരിച്ചടക്ക് പോലെയൊക്കെ വരുന്നുണ്ട് എന്ന് നമ്മൾ ഓർക്കുക. അതൊക്കെ ആ കുടുംബത്തോടുള്ള സാന്ത്വനമാണ്, അതൊക്കെ ആ കാര്യങ്ങളിലിരിക്കുന്നു. പക്ഷെ ഇതിനൊക്കെ ഒരു മെസ്സേജ് വേറെ തരത്തിൽ ഉണ്ടാകും. പിന്നെ കുംഭസാരത്തിൽ വന്ന കുറവും നമ്മൾ കാണേണ്ടതുണ്ട്. കുംഭസാരം പണ്ട് കാലങ്ങളിൽ കുടുംബത്തോടെ വന്ന് കുംഭസാരിച്ച് അപ്പനോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ മക്കൾക്ക് കുമ്പസാരക്കൂട്ടി പറയാം, ഭാര്യയോട് പറയാൻ ഭർത്താവിന് പറ്റാത്ത കാര്യങ്ങൾ കുമ്പസാരക്കൂട്ടി പറഞ്ഞ് അവിടെ ദൈവത്തിൻ്റെ മിശിഹായുടെ പ്രതിരൂപമായ വൈദികനിൽ നിന്ന് സമാശ്വാസം നേടി ധൈര്യമായിരിക്കുവിൻ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് സാന്ത്വനപ്പെടുത്തി ആ മെസ്സേജിലൂടെ പോയിരുന്ന ഒരു കാര്യമൊക്കെ അതിൽ വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നു. പിന്നെ മറ്റൊരു തരത്തിൽ ഈ അഭ്രപാളികളിലൊക്കെ സിനിമയും സീരിയലുകളും ഒക്കെ ക്രൈസ്തവ സന്ദേശത്തെ മോശമായി ചിത്രീകരിക്കുന്നു കാരണമുണ്ട്. യഥാർത്ഥത്തിലുള്ള ക്രൈസ്തവ മെസ്സേജിൻ്റെ ഓപ്പോസിറ്റാണ്. അതിൻ്റെ അകത്തൊക്കെ വയലൻസ്, അതുപോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള ദൂഷണങ്ങളൊക്കെ ചേർന്ന രീതിയിലുള്ള ക്രിസ്ത്യൻ മെസ്സേജ്, പ്രതികാര ചിന്ത പലതായിട്ട് വളരുന്നുണ്ട്. ഒരു സിനിമയിൽ, ചില സിനിമകൾക്ക് നമ്മൾ കാണുന്നതല്ലേ, ഞങ്ങൾക്ക് പിതാവെ പുതിയ നിയമമല്ല പഴയ നിയമമാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് പ്രതികാരം പറയുന്നതാണ്. അത് പ്രതികാരം വീട്ടാനുള്ളതാണ് എന്നൊക്കെ ടാഗ് ലൈനോടുകൂടി ക്രിസ്ത്യൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടുള്ള സിനിമകളെല്ലാം വരുന്നു. അപ്പോൾ ആ തരത്തിൽ പ്രതികാര ചിന്ത മനസ്സിലേക്ക് വരും. ചില ആത്മഹത്യകളൊക്കെ ശരിക്കും പ്രതികാരമായിട്ട് തന്നെ ചിലപ്പം വരുന്നുണ്ട്. കുഞ്ഞുങ്ങളെയായിട്ടൊക്കെ പോയി ആത്മഹത്യകൾ, അത് ആ കുടുംബത്തോട് ബാക്കിയുള്ളവരോട് ചെയ്യുന്ന ഒരു പ്രതികാരം കൂടെ അതിൻ്റെ അകത്ത് എലമെന്റ്സ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള പല, അതുപോലെ ഈ കൂട്ടുകുടുംബ സംവിധാനം എന്ന് പറയുന്നത് ക്രൈസ്തവരുടെ ഇടയിൽ നേരെ എത്രയോ മക്കൾ, എത്ര പേരുണ്ടായിരുന്നു, അതൊക്കെ മാറി അണുകുടുംബത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ലോൺലിനെസ് ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല. മറ്റത് ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു കാര്യവും ക്രൈസ്തവ മെസ്സേജിന്റെ ഏറ്റവും ആണിക്കല്ലായ കാര്യമാണല്ലോ. അപ്പോൾ ഒരു കുടുംബത്തിനുള്ളിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും സഫർ ചെയ്യുന്ന ആ കുടുംബത്തിൽ നിന്ന് തന്നെ അവർക്ക് വേണ്ടിയുള്ള പ്രൊട്ടക്ഷൻ ഉയരുമായിരുന്നു. പക്ഷേ അതെല്ലാം ഇപ്പം മാറിപ്പോയി. അങ്ങനെയാണല്ലോ നമ്മൾ കാണുന്നത്. ഇപ്പം ക്രിസ്ത്യൻസിന്, ഇപ്പം നമ്മൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഇടയ്ക്ക് തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ ബ്രിട്ടീഷുകാരൻ തന്നെ ഏകോഗ്യമാണ്. അപ്പം അങ്ങനെയാണല്ലോ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ഉണ്ടാകുന്നതും കോൺഗ്രസ് രൂപീകൃതമാകുന്നു ഒക്കെ. അന്ന് പറഞ്ഞ പോലെ കുടുംബത്തിന്റെ ഇടയ്ക്ക് തന്നെ ഒരു പ്രൊട്ടക്ഷൻ ആ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് ക്രിസ്ത്യൻസിന്റെ ഇടയ്ക്ക് കൂടുതലായിരുന്നു. ആരും സഫർ ചെയ്യാനായിട്ട് അനുവദിക്കാതെ അതിനുവേണ്ടി ആ കാരണവന്മാരെല്ലാം മുമ്പോട്ട് വരും. അതുപോലെ തന്നെ സ്ത്രീകളൊന്നും, ഈ ക്രൈസ്തവ കമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സ്ത്രീകൾക്കാണ്. സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്.
ഗാർഹിക പീഡനം എന്നൊക്കെ പറയുന്ന ആ തരത്തിലൊന്നും വലിയ കാര്യമായിട്ടില്ലായിരുന്നു. പക്ഷേ എന്താണ്, സ്ത്രീകൾ കുടുംബത്തെ താങ്ങി നിർത്തുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അതിലൊക്കെ വലിയ പാളിച്ചകൾ സംഭവിക്കുകയാണ്. അണുകുടുംബത്തിലേക്ക് ഒതുങ്ങി. അതുപോലെ കാരണവന്മാർക്ക് ശബ്ദമില്ലാതെ പോയി. ഒരുപാട് ആളുകൾ UK-ലും യൂറോപ്പിലും ഒക്കെയായി. അവരാണ് പിന്നീട് വീടിനെ നിയന്ത്രിക്കും, വീടിൻ്റെ പണകാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. ഒക്കെ വരുമ്പോൾ പേരൻസിൻ്റെ ധാർമ്മിക ശബ്ദം അത് കെട്ടുപോകുന്നു. അവർ കൂട്ടിയിണക്കുന്ന ഫാക്ടർ എന്നുള്ള ഇത് പോകുന്നു. മറ്റുള്ളവർ അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകമാകുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിന് ഒരുപക്ഷെ കാരണമായിരിക്കാം. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിശ്വാസത്തിലുണ്ടായ വലിയ അപജയം തന്നെയാണ്. ഗുഡ് ന്യൂസ് എന്നുള്ളത്, സുവിശേഷം എന്ന് പറയുന്നത് സാന്ത്വനത്തിൻ്റെതാണ്. അങ്ങനെ ഒരു മെസ്സേജ് ലോകത്തെങ്ങുമില്ല. ഗുഡ് ന്യൂസ് എന്ന് പറയുന്നതാണല്ലോ. ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാൻ, ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ നാളെ ചിരിക്കും. ഈ സഹനങ്ങൾക്കപ്പുറം ഒരു ഉയർപ്പുണ്ട്. ഇത്രയും വലിയൊരു മെസ്സേജ് ലോകത്തിൽ ഒരു സ്ഥലത്തുമില്ല. ആ വലിയൊരു സാന്ത്വനത്തിൻ്റെ, ആ വിശ്വാസത്തിൻ്റെ ഉറപ്പിൽ വന്നിരിക്കുന്ന അപജയമായിരിക്കാം ഇതിൻ്റെ എല്ലാം പ്രധാന കാരണം. ഏതായാലും ഇതിനെക്കുറിച്ച് നമ്മൾ ശക്തമായി ചിന്തിക്കേണ്ടതുണ്ട്. പ്രബോധനങ്ങളിൽ ഇതെല്ലാം നമ്മൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. Subscribe now and press the bell icon. Never miss an update.